ഞാൻ സിനിമ ചെയ്യില്ലാന്നോ അല്ലെങ്കിൽ ഇനിയൊരു ബ്രേക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ പക്ഷേ സ്ഥിരം കല്യാണ പെണ്ണ് ടൈപ്പ് കാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. ഡാൻസ് ഒരു ഇഷ്ടമുള്ള വ്യക്തി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പക്ഷെ അങ്ങനെ ഒരു ട്രെയിൻഡ് ഡാൻസർ അല്ല. ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കാം, അതേ ചോദ്യം ചോദിക്കുമ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ ഐ എം ട്രൂലി സാറ്റിസ്ഫൈഡ്. സ്വപ്നങ്ങളിലൊന്നാണ് നല്ലൊരു ചിത്രകാരി എന്നുള്ളൊരു ലേബല്. ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാ ഇരിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മകനാണ് ചിത്രകാരനായിട്ട് എന്റെ വീട് മുഴുവൻ പെയിന്റ് ചെയ്ത് വെക്കുന്നത്. ചേച്ചി മുമ്പ് ഭയങ്കരമായിട്ട് ഫിറ്റ്നസും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ? അതെ നോക്കിയിരുന്ന ഒരാളായിരുന്നു. ഇപ്പം ഒന്നാമത് എന്റെ മകനാണ് എന്നെ എന്തെങ്കിലും ഫിറ്റാക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നാലെ ഓടി. അതെ. This is yours truly, ജ്യോതിർമയി. ഒരു 10 വർഷത്തോളം ഒരു ഇടവേള എടുത്തുള്ള സമയം ഉണ്ടായിരുന്നു. എങ്ങനെ നമ്മളുടെ ആരുടെയും കണ്ണിപ്പെടാണ്ട് എങ്ങനെ നിൽക്കാൻ പറ്റിയായിരുന്നേ? അങ്ങനെയല്ല, ഞാൻ എൻ്റെ കാര്യങ്ങൾ, ഞാൻ എൻ്റെ ലോകവുമായി ഭയങ്കര സന്തോഷത്തിൽ എൻ്റെ കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഞാനൊരു സോഷ്യൽ മീഡിയയിലുള്ള ഒരാളല്ല. ഞാൻ എൻ്റേതായ ഞാൻ വളരെ എന്താണ്, ഞാനും അതെ അമലും അതെ, ഞങ്ങൾ രണ്ടുപേരും വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങളുടെ പേഴ്സണൽ ലൈഫ് അങ്ങനെ എല്ലാവരുടെയും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ആളുകളാണ്. മേ ബി അതുകൊണ്ട് ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ ഈ പബ്ലിക് സ്പേസിലൊക്കെ ഇറങ്ങുന്ന സമയത്തായാൽ പോലും എങ്ങനെ നമ്മൾ ഈ മീഡിയാസിൻ്റെ ഒക്കെ കണ്ടുപെടാണ്ട് കുറേ ലേറ്റ് ആയിട്ടല്ലേ നമ്മൾ? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. മീഡിയ ഒക്കെ വന്നിട്ടുള്ള സമയത്തും അന്ന് ഞാൻ ആസ് സച്ച് ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് അപ്പം ആളുകൾക്ക് അത്രയ്ക്ക് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നില്ല. ചേച്ചി തന്നെ എടുത്ത തീരുമാനമായിരുന്നു സിനിമയിലേക്ക് ഇപ്പം തൽക്കാലം ഇല്ല, ഒരു ഇടവേള എടുക്കാനുള്ള. പക്ഷെ ചേച്ചി തന്നെ ഞാനല്ല അങ്ങനെ എടുത്ത തീരുമാനമേ അല്ല. ഞാൻ സിനിമ ചെയ്യില്ലാന്നോ അല്ലെങ്കിൽ ഇനിയൊരു ബ്രേക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. എനിക്ക് വരുന്ന ക്യാരക്ടേഴ്സ് അങ്ങനെ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളതൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്കിതൊരു മൊണോട്ടണി ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇതൊരു ഭയങ്കര ഒരു മെക്കാനിക്കൽ പ്രോസസ്സായി ആക്ടിങ് മാറാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഇനി തുടർന്നു പോയാൽ ഞാൻ ചിലപ്പം എനിക്ക് അതിനോടുള്ള ഇഷ്ടം ഞാൻ കൊല്ലുന്ന പോലെയാണ്, ആ ഇഷ്ടത്തിനെ ഇല്ലാതാക്കുന്ന പോലെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഓക്കെ, ലെറ്റ് മീ വെയിറ്റ്. ഇനി എനിക്ക് എന്തെങ്കിലും അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റ് തരുന്ന, ഒരു ഹൈ തരുന്ന ഒരു ക്യാരക്ടർ വരുമ്പോൾ ഞാൻ ചെയ്യാം. അതുവരെ ലെറ്റ് മീ വെയിറ്റ് എന്നുള്ളതായിരുന്നു. ആ വെയിറ്റിംഗ് പീരീഡ് മാത്രമാണ് അതിഥി നീണ്ടുപോയി. അപ്പോൾ ആ നീണ്ടുപോയ സമയത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ട് സിനിമേനെ അങ്ങനെ മിസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിലും പഴയ സിനിമകൾ കാണുമ്പോഴായപ്പോലും ഒരുപാട് നല്ല ചിത്രങ്ങൾ പിന്നെ വരുമ്പോഴായപ്പോലും എപ്പോഴെങ്കിലും ഇതിൻ്റെ ഒരു ഭാഗമാവണം എന്നൊരു ഇല്ല കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ടില്ല. അങ്ങനെ വിചാരിച്ചിട്ടില്ല. ചേച്ചിക്ക് അങ്ങനെ ഒരു തരത്തിൽ എനിക്ക് തോന്നുന്നു ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഒരു വേഴ്സറ്റൈൽ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. ആദ്യമൊക്കെ പക്ഷേ സ്ഥിരം കല്യാണ പെണ്ണ് ടൈപ്പ് കാസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു. എങ്കിലും ഇപ്പോഴും ആൾക്കാർ ആദ്യം പറയുമ്പോൾ ജ്യോതിർമയി എന്നുള്ളൊരു പേര് പറയുമ്പോൾ അപ്പോഴും ചിങ്ങമാസം ആ പാട്ടാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പാട്ടിനും ആ ഒരു സിനിമയ്ക്കും ചേച്ചിയുടെ ലൈഫിൽ ഉണ്ടാക്കിയ വലിയൊരു ഇമ്പാക്റ്റിന് എങ്ങനെയാ പറയുണ്ടാവുക? ഈ പറയുന്ന പോലെയാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സോങ് ചെയ്യുന്ന സമയത്ത് ഞാൻ പ്രസ് അക്കാഡമിയിൽ പഠിക്കുകയായിരുന്നു. പഠിച്ചു കഴിഞ്ഞ സമയത്താണ് ഇത് വന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഒരു അക്സെപ്റ്റൻസും ഇത്രയും അതിനൊരു ലൈഫ് ലോങ് ആളുകളുടെ മനസ്സിൽ നിൽക്കുകയും ചെയ്യുന്ന ഒന്നായി മാറുമെന്ന്. ഡാൻസ് ഒരു ഇഷ്ടമുള്ള വ്യക്തി എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പക്ഷെ അങ്ങനെ ഒരു ട്രെയിൻഡ് ഡാൻസർ അല്ല. പക്ഷെ അതിന്റെ ഒരു കുറവ് പോലും ആ പാട്ടിനകത്തില്ല. അപ്പൊ അന്ന് ആ ഒരു പാട്ട് തരുന്ന സമയത്ത് ആ ഒരു തുടക്കക്കാരി എന്നുള്ള രീതിയിലുള്ള ഒരു സംഭവം എങ്ങനെയായിരുന്നു? കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് ഇത് അത്രയും ഹിറ്റ് നടനാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കക്കാരി എന്നുള്ള നിലയിൽ ഇത്രയും ഹിറ്റ് നമ്പറിന്? അതെനിക്ക് അറിയില്ല കേട്ടോ. എങ്ങനെയാ ആ സമയത്ത് നമ്മൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലോ ഷൂട്ടിങ്ങിൽ ഹിറ്റാകുമെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ എന്തായിരിക്കും ആളുകളുടെ ഇടയിലുള്ള അക്സെപ്റ്റൻസ് ഒന്നും നമുക്ക് അറിയാതെയാണ് ഡയറക്ടർ ലാൽ ജോസ് സാറിൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഡാൻസ് പഠിച്ചിട്ടില്ല, എനിക്ക് ചെയ്യാൻ അറിയില്ല. അപ്പോൾ അതിലും നമ്മൾ 1-2 ദിവസം റിഹേഴ്സൽ പോലെ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മൾ സോങ് ഷൂട്ട് ചെയ്തതും. അതൊരു നല്ല ഒരു ലൊക്കേഷനിലായിരുന്നു, ഭയങ്കര ഒരു സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു മാർക്കറ്റിൽ റൂഫിൻ്റെ മേളിൽ നിന്ന് ഡാൻസ് കളിക്കും. അപ്പോൾ അതിനകത്ത് ഓടൊക്കെ പൊളിഞ്ഞ് നിൽക്കുന്നതാണ്. അന്ന് അതൊന്നും നമ്മളെ പറ്റി ഒന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ ഒരു ഹരത്തിൽ പോയി ചെയ്യാനുള്ള ആ ഏജിൻ്റെയും കൂടി ആയിരിക്കാം ഒരു ഫൺ ഫാക്ടർ ആയിരുന്നു. മോഡലിങ്ങിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. സിനിമ ഒരു പാഷൻ തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്തിട്ട് വന്ന ഒരാളെ അല്ല. മോഡലിങ്ങിലേക്ക് ഇറങ്ങിയത് ഞാൻ ടെലിവിഷനിൽ ആദ്യം വന്നിട്ട് മോഡലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട്സ് ആദ്യം മോഡലിംഗ് ചെയ്തു.
അപ്പോൾ അവരുടെ കൂടെ ഒരു തമാശ പോലെ പോയി ചെയ്തു അവരുടെ കൂടെ. അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു സിറ്റി കേബിൾ എന്ന് പറയുന്ന ഒരു ലോക്കൽ ചാനൽ ഉണ്ടായിരുന്നു. ആ ചാനലിൽ എറണാകുളത്ത് മാത്രമുള്ള, അപ്പോൾ ആ ചാനലിൽ കോമ്പയറിങ് ചെയ്തിരുന്ന ഒരാളാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഹയർ സ്റ്റഡീസിനായി അത് വിട്ടിട്ട് പോകേണ്ടി വന്നു. അപ്പോൾ എന്നെയാണ് അതിന് പകരമായിട്ട് റീപ്ലേസ് ചെയ്തിട്ട് പുള്ളിക്കാരി പോയത്. അങ്ങനെയാണ് എൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ അവിടുന്ന് ഞാൻ വേറെ ചാനലുകളിലേക്ക് വന്നു. ആ ചാനൽ എനിക്കൊന്ന് ഒട്ടുമിക്ക ആ കാലത്തെ എല്ലാ ചാനലിലും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഷോർട്ട് ഫിലിംസ് ചെയ്തു. പിന്നെയാണ് ഫിലിമിലേക്ക് എല്ലാം ചെറിയ ചെറിയ ഷോർട്ട് സ്റ്റെപ്സ് എടുത്തിട്ടാണ് എത്തിയത്. അപ്പം സിനിമയാണ് ഇനി അങ്ങോട്ട് എന്ന് തീരുമാനിച്ചൊരു ഘട്ടം ഉണ്ടായിട്ടുണ്ടാവും. അതൊക്കെ ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഭവം ചെയ്തു. ഭവത്തിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡും നാഷണൽ സ്പെഷ്യൽ ജൂറി മെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും വന്നപ്പോഴാണ് നമ്മൾ ഓക്കെ ഇതാണ് എൻ്റെ കോൾ എന്നുള്ളത് റിയലൈസ് ചെയ്യും. പിന്നെ നമ്മൾ അതിനകത്ത് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരുടെയൊക്കെ മോസ്റ്റ് ഫേവറേറ്റ് ലിസ്റ്റിലുള്ള ഒരു കഥാപാത്രം മീരയായിരിക്കും. എൻ്റെ വീട് അപ്പൂവിൻ്റെയും വാസുവിൻ്റെ അമ്മയായിട്ട് ആ ഫിലിം ചെയ്യുമ്പോൾ എൻ്റെ വീട് അപ്പൂവിൻ്റെയും ചെയ്യുന്ന സമയത്ത് അതിനു മുമ്പ് കറിയാച്ചൻ അങ്കിളും പ്രൊഡ്യൂസ് ചെയ്ത് ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ചെയ്ത് അവസ്ഥാന്തരങ്ങൾ എന്ന് പറയുന്ന ഒരു ടെലിഫിലിം, അധികം എപ്പിസോഡ്സ് ഉണ്ടായിരുന്നില്ല, അങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് സ്റ്റേറ്റ് അവാർഡ് ടെലിവിഷൻ ബെസ്റ്റ് ആക്ട്രസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് വേറൊരു പ്രോജക്റ്റ് അവർ സിനിമയിൽ ചെയ്യാൻ നേരത്ത് എനിക്കിങ്ങനെ ഒരു കഥാപാത്രം തരുകയും, അപ്പോൾ അതെനിക്കൊരു ഭയങ്കര ആ സമയത്ത് എല്ലാവരും മദർ റോൾ എങ്ങനെ ചെയ്യും സിനിമയിൽ അത് ചെയ്യുമ്പം അതിൻ്റെ കുറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് മദർ റോളിലേക്ക് തന്നെ പോകും എന്നൊക്കെ പറഞ്ഞ് കുറേ പേര്. പക്ഷേ ഞാൻ അതിനെ ഒരു ഭയങ്കര ഒരു അംഗീകാരമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ഒരു ഇൻറ്റൻസ് ക്യാരക്ടറായിരുന്നു. അത് ചെയ്യാനായിട്ട് സിബി സാറും അതുപോലെ ഇവരെല്ലാവരും കറിയാച്ചൻ അങ്കിളായിക്കോട്ടെ സഞ്ജയ് ബോബി ആയിക്കോട്ടെ ഇവരെല്ലാവരും എന്നെ സെലക്ട് ചെയ്തതിൽ ഞാൻ ഭയങ്കരമായിട്ട് താങ്ക്ഫുള്ളാണ്. ചേച്ചി തന്നെ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഘട്ടം വെച്ചിട്ട് മൊണോട്ടണസ് ആയി മാറി തുടങ്ങി. അതുപോലെ തന്നെ മുമ്പൊരു ഇൻ്റർവ്യൂവിനകത്ത് ചേച്ചി പറഞ്ഞിട്ടുണ്ട് ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കാം അതേ ചോദ്യം ചോദിക്കുമ്പോൾ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്ന് ചോദിച്ചാൽ ഐ എം ട്രൂലി സാറ്റിസ്ഫൈഡ്. അതെങ്ങനെയാണ് മാറിയത്? അല്ല അതാണ് നമുക്ക് ചെയ്യുന്ന ഓരോ കഥാപാത്രത്തിന് കിട്ടുന്ന ആ ഒരു ഇതുണ്ടല്ലോ, നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്, അതുപോലെ ആളുകൾ അംഗീകരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ട്. അതെല്ലാം കൂടി ചേർന്നിട്ടാണ് ആസ് എൻ ആർട്ടിസ്റ്റ് അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ലെവൽ അളക്കാൻ പറ്റുക. സോ മേ ബി ദിസ് ഹാസ് given me that kind of ഒരു ഹൈ. ചേച്ചി മാറി നിന്നതിൽ ഒരു റിഗ്രറ്റോ അല്ലെങ്കിൽ ഇതുവരെ ചെയ്ത വേഷങ്ങളിൽ ഒരു റിഗ്രറ്റ് എപ്പോഴും തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ നേരത്തെ ഞാൻ ചെയ്ത ഏതെങ്കിലും ക്യാരക്ടേഴ്സ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊക്കെ തോന്നായിരിക്കാം. പക്ഷെ നൗ ഇപ്പോഴത്തെ ഞാൻ വിചാരിക്കുന്ന എവറിത്തിങ് ലൈക്ക് യുനോ നമുക്ക് എല്ലാം ആസ് ആർട്ടിസ്റ്റ് നമുക്ക് എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഭയങ്കര നല്ലതാണ്. സോ എല്ലാം നല്ലതിനെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ആ റിഗ്രറ്റ് ഞാനിപ്പോൾ ഇല്ല എനിക്ക്. ഇപ്പം ഈ ജ്യോതിർമയി ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്നത് ഒരു പഴയൊരു അഭിമുഖമാണ്. അതിനകത്ത് ജഗതി ചേട്ടൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. മലയാള സിനിമയിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസസ് ഭയങ്കര കുറവാണ്. അതിലൊരാളാണ് ഈ ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ട്രസസിൽ ഒരാളാണ് ജ്യോതിർമയി. പിന്നെയും അദ്ദേഹം 2-3 ആൾക്കാരുടെ പേര് പറയുന്നുണ്ട്. അപ്പം ആ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ഇതുപോലെ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റിനെ ചേച്ചി എങ്ങനെയാണ് കാണുന്നത്? അത് ഭയങ്കര ഒരു വലിയ അംഗീകാരമായിട്ടാണ് കാണുന്നത്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ആ ഇൻ്റർവ്യൂവിന് ജയചേട്ടൻ എന്നോട് വരാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ജയചേട്ടൻ എന്താണ് പറയാനുള്ളത്, എനിക്ക് തന്നെ അത്ഭുതമായിരുന്നു. പക്ഷേ ഞാൻ അവിടെ ഒന്ന് കരഞ്ഞു പോയില്ല എന്നുള്ളൂ. കാരണം ഇത്രയും വലിയൊരു നടൻ നമ്മളെപ്പോലെ അദ്ദേഹം വന്ന് എത്രയോ കാലം ഇവിടെ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഞാൻ ഒന്നും പ്രൂവ് ചെയ്തിട്ടില്ല. ആ ഒരാളെ ഇങ്ങനെ വിലയിരുത്തി ഇങ്ങനെ ഒരു പൊതുവേദിയിൽ സംസാരിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സൊരു വലിയ ഒരു താങ്ക്സ് എന്ന് പറഞ്ഞാൽ പോരാ, ഒരു വലിയ നമസ്കാരം തന്നെയാണ്. സോ അതിനെ ഞാൻ എത്രത്തോളം എനിക്ക് ഞാൻ ചില സമയത്ത് നമുക്ക് ആസ് ആർട്ടിസ്റ്റ് നമുക്കൊരു ഡൗൺ പോകുമ്പം അത് ഞാൻ ഓർക്കുമ്പോൾ എനിക്കതൊരു എന്താ പറയുന്ന ഒരു ഹൈ ഒരു എനർജി തരുന്ന പോലെയാണ്. നല്ലൊരു ചിത്രകാരിയാണ്. ഒരുപാട് നല്ല ചിത്രകാരിയാന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നു. കാരണം ഞാൻ ഇപ്പൊ കുറേ കാലമായിട്ട് അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ഒരുപാട് എക്സിബിഷൻസ് ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. 1-2 എക്സിബിഷൻ ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വപ്നങ്ങളിലൊന്നാണ് നല്ലൊരു ചിത്രകാരി എന്നുള്ളൊരു ലേബല്. ആ സ്വപ്നങ്ങളൊക്കെ ഇപ്പം എങ്ങനെയാ ഇരിക്കുന്നത്? അതുപോലെ തന്നെ ഇപ്പൊ എന്റെ മകനാണ് ചിത്രകാരനായിട്ട് എന്റെ വീട് മുഴുവൻ പെയിന്റ് ചെയ്ത് വെക്കുന്നത്. പെയിന്റ് ആണ് പുള്ളിയുടെ ഏറ്റവും
വലിയൊരു വീക്ക്നെസ്. എനിക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ ആ സമയത്ത് പഠിക്കുന്ന സമയത്ത് ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ഞാൻ അതിനു വേണ്ടി സമയം കണ്ടെത്തുകയും അതുപോലെ ഞാൻ വിചാരിച്ചത് ഞാൻ ഹയർ സ്റ്റഡീസ് ഒരു ഫൈൻ ആർട്സിലേക്ക് പോകും എന്നൊക്കെയാണ്. പക്ഷേ എന്തൊക്കെയോ കൊണ്ട് സാഹചര്യങ്ങൾ കൊണ്ട് എൻ്റെ റൂട്ട് വേറെയായി പോയി. പക്ഷെ ഇപ്പോൾ 1-2 ഇടയ്ക്ക് എപ്പോഴൊക്കെയോ ഞാൻ കുറച്ച് വരച്ചു എന്നല്ലാതെ അതൊന്നും ഞാൻ വലിയ സീരിയസ് ആയിട്ട് പോലും ആളുകൾ ഇത് ഭയങ്കര നല്ല പെയിൻറ്റിങ് ആണെന്നൊക്കെ ആളുകൾ പറയുകയാണെങ്കിൽ പോലും എനിക്ക് നാണോ വരുന്നത്. അതങ്ങനെ ഞാൻ എന്നെ തന്നെ ഒരിക്കലും അങ്ങനെ കാണുന്നില്ല. എങ്കിലും അതൊരു സ്വപ്നങ്ങളുടെ ഭാഗമായിരുന്നു. സിനിമയും പിന്നീട് സ്വപ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടായിരിക്കാം. അതാ പറഞ്ഞത് റൂട്ട് മാറി റൂട്ട് മാറി. അപ്പോൾ എങ്കിലും ചേച്ചി ഇപ്പം സ്വപ്നങ്ങളെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എൻ്റെ സ്വപ്നം ഇപ്പോൾ ഫുൾ എൻ്റെ മകനാണ്. ഹി ഹാസ് ടു ബി ഹാപ്പി. എൻ്റെ സ്വപ്നം മൈ ഫാമിലി. എനിക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എൻ്റെ ഹസ്ബൻഡും എൻ്റെ മകനും അവരേറ്റവും പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന കാണുന്നതാണ് എനിക്ക് ഏറ്റവും എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഐ ഡോണ്ട് നോ അതിനകത്ത് ആളുകൾ എങ്ങനെയാണ് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തത്. പക്ഷേ ഐ ഫീൽ ഹാപ്പി. ഐ വോണ്ട് ദം ടു ബി ഹാപ്പി അറ്റ് ദ സെയിം ടൈം. അതാണ് എനിക്ക് ഹാപ്പിനെസ് ആയി തോന്നാറ്. ഒരു സിനിമാ കുടുംബമാണ് അപ്പം, പക്ഷെ സെലിബ്രിറ്റി മോം സെലിബ്രിറ്റി ഡാഡ് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല വീട്ടില്. ഒട്ടുമില്ല. അപ്പം എങ്ങനെ സാധാരണ ആളുകൾ എങ്ങനെയാണോ അതുപോലെയാണ് ഞങ്ങളുടെ വീട്. കുഞ്ഞാണ്, സിനിമകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലില്ല, കാണിച്ചു തുടങ്ങിയിട്ടില്ല. കാണിച്ചു തുടങ്ങിയിട്ടില്ല എന്നല്ല, അവൻ അങ്ങനെ കാണാനും ഇരുന്ന് അതൊന്നും ആസ്വദിക്കാനുള്ള ഇതായിട്ടില്ല. അവൻ്റെ കുറേ കാര്യങ്ങൾ കാണും എന്നല്ലാതെ സിനിമ അങ്ങനെ കണ്ട് അങ്ങനെ ഇതായിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. അമലേട്ടൻ്റെ ഒരു പിന്തുണ എങ്ങനെയാണ് ചേച്ചിക്ക് ഈ സിനിമയുടെ ചേച്ചി വെറുതെ ഇരുന്ന സമയത്തായാൽ പോലും അമലേട്ടൻ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക് തിരിച്ചു വരണം? ചേച്ചിൻ്റെ മുമ്പ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഏതോ ഒരു പടത്തിലൂടെ ആയിരുന്നു, അമലേട്ടൻ്റെ പടത്തിലൂടെ തന്നെ വരേണ്ടതായിരുന്നു. അതെ, ഇതിനു മുമ്പ് നമ്മൾ വേറൊരു പ്രൊജക്റ്റ് ആയിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. സംഭവം അത് അതിനകത്ത് കുറേ കാര്യങ്ങൾ കൊണ്ട് എൻ്റെ അമ്മയ്ക്ക് വയ്യാതെയായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ അങ്ങനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അമ്മയുടെ കൂടെ കുറേ ടൈം സ്പെൻഡ് ചെയ്യേണ്ട വന്നു. അപ്പോൾ നമ്മുടെ ആ പ്രോജക്റ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് കുറേ നാളിന് ശേഷമാണ് ഇങ്ങനൊരു പ്രോജക്റ്റ് വന്നത്. പക്ഷേ ഇത് സീരിയസ് ആയിട്ട് വന്നത് ഈ പ്രോജക്റ്റാണ്. ചേച്ചിയുടെ ലൈഫ് തന്നെ നിൽക്കുന്നത് ഈ ഒരു കൊച്ചി നഗരത്തിൽ തന്നെയല്ലേ? അപ്പോൾ ഈ കൊച്ചി നഗരം അതുപോലെ തന്നെ മഹാരാജാസ് ഒക്കെ ജ്യോതിർമയി എന്നുള്ളൊരു വ്യക്തിയെ ഷേപ്പ് ചെയ്തത് എങ്ങനെയായിരിക്കാം? മഹാരാജിൽ ഞാൻ പ്രീ ഡിഗ്രിയാണ് പഠിച്ചത്. പക്ഷെ മഹാരാജ് എന്ന് പറയുന്ന ഒരു കോളേജ് ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം അമൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ചെയർമാൻ ആയിരുന്നു. പിന്നെ എൻ്റെ ഫാദർ ഇൻ ലോ, അമലിൻ്റെ അച്ഛൻ അവിടുത്തെ മലയാള അധ്യാപകനായിരുന്നു. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ ഇൻ ലോ അവിടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൽ പഠിപ്പിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫാമിലിയുടെ ഒരു വലിയൊരു അവിഭാജ്യ ഘടകമാണ് മഹാരാജാസ്. സിനിമ ചേച്ചിനെ ഷേപ്പ് ചെയ്യണതിൽ എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടോ? ഉണ്ടാവാം കേട്ടോ. അങ്ങനെ ഞാനായിട്ട് എനിക്കങ്ങനെ നോക്കും, എനിക്കറിയില്ല. ഒരു പക്ഷേ കുറച്ചും കൂടി നമുക്ക് ഈ പറയുന്ന പോലെ നമ്മൾ വായിക്കുന്നതും കാണുന്നതും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതും നമ്മുടെ കൂടെ ഉള്ള ആളുകളും എല്ലാവരും നമ്മളാകാനായി ഹെൽപ്പ് ചെയ്യും എന്ന് പറയുമല്ലോ. ഇൻ എ വേ ചിലപ്പോൾ ഉണ്ടാകാം. ഈ അടുത്ത് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു രസകരമായിട്ടുള്ള പോസ്റ്റാണ് അമലേട്ടൻ്റെ ഈ ഓവറോൾ ഡ്രസ്സസ് ഇല്ലേ, അതിനോടുള്ള ഒബ്സഷൻ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ്. ശരിക്കും ഞങ്ങൾ പോലും അത്ഭുതപ്പെട്ടു. അത് എന്നെ ആരോ കാണിച്ചു തന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കണ്ടത്. ഞങ്ങൾ പോലും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്രയ്ക്ക് ഒബ്സർവേഷൻ നമ്മൾ വിചാരിക്കാത്തതിൻ്റെ അപ്പുറം വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടായിരുന്നല്ലേ എന്തായാലും ഈ ഒരു സംഭവം? അതെ 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 അതെ. അപ്പോൾ ഞങ്ങൾ പോലും ചിരിച്ചു, ഇത്രയും നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ എന്ന്. ഏറ്റവും അധികം ഈ നായകനും നായികയും ഒക്കെ സ്റ്റൈലിഷ് ആയിട്ട് കണ്ടിട്ടുള്ളത് അമലേട്ടൻ്റെ ചിത്രത്തിലാണ്. അവർക്ക് എന്ത് തന്നെയായാലും ഒരു മാസ് എന്ന് വെച്ചാൽ ഒരു സ്ലോ മോഷൻ ഇൻട്രോ ഒക്കെ ഉണ്ടാവാറുണ്ട്. ചേച്ചി പുറത്തുനിന്ന് ഒരു എന്താ പറയുക സിനിമ ആസ്വാദക എന്നുള്ള നിലയിൽ നോക്കി കാണുമ്പോൾ അമൽനിര എന്നുള്ള ഡയറക്ടറിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു സ്റ്റൈലിഷ് അവതാറിനെ എത്തിക്കുന്നത്. സ്റ്റൈലിഷ് അവതാർ, യെസ് ഓഫ് കോഴ്സ്. എന്തൊക്കെയാണെങ്കിലും ഒരു ആർട്ടിസ്റ്റിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡയറക്ടറിലൊരു വിശ്വാസം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കപ്പാസിറ്റി കൊണ്ടായിരിക്കാം. എന്ത് ക്യാരക്ടേഴ്സും ഈ പറയുന്ന പോലെ ചാക്കോച്ചൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു സീനായിരിക്കാം, പക്ഷെ അത് വളരെ നമുക്ക് അതിൻ്റെ ഒരു സ്ട്രെസ്സും തരാതെ ആർട്ടിസ്റ്റിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാനുള്ളൊരു കഴിവ്, അതൊക്കെ ഭയങ്കര ഒരു എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. സോ ഐ തിങ്ക് ഹീസ് എ ടാലൻറ്റഡ് പേഴ്സൺ ദാറ്റ് വേ. ഈ സിനിമ എന്ന് പറഞ്ഞാൽ ടെൻഷനുള്ള ഒരു പണിയാണ്. ഈ സിനിമയുടെ ടെൻഷനുകൾ എപ്പോഴെങ്കിലും വീട്ടിൽ ഉണ്ടായിട്ടുണ്ടോ? ലൈക്ക് അത് വീടിനെ ബാധിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ ഒക്കെ ഉണ്ടാവാറുണ്ട്. അത് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് എത്രത്തോളം നമ്മൾ നമ്മുടെ പ്രൊഫഷൻ മാറ്റി വീട്ടിലേക്ക് വന്നാൽ പോലും ഒരു ചില സമയത്തുള്ളത്
എന്തായാലും ഒരു അണ്ടർലൈങ് ഇതായിട്ട് വരുമല്ലോ, അതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇപ്പം ചേച്ചിയുടെ ഈ രണ്ടാം വരവിൽ ഏറ്റവും അധികം നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഈ ഒരു ലുക്ക് ആൾക്കാർ എത്രത്തോളം ഇഷ്ടപ്പെടും സ്വീകരിക്കും എന്ന് അറിയില്ല പറഞ്ഞിട്ടുണ്ട്. കാരണം ഒരു എന്താ നോൺ കൺവെൻഷനലാണ് ഒരു ഹീറോയിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയാം. പക്ഷേ അതിനെല്ലാം പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു പ്രത്യേക സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിന് കിട്ടിയൊരു റിസപ്ഷന് കുറേ അധികം ആളുകൾ ഭയങ്കര എന്ന് പറഞ്ഞാൽ ഞാൻ നേരിട്ട് കാണുന്നവർക്കൊക്കെ കുറേ പേർക്ക് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത്, ഓ ഇതുകൊണ്ട് ഞങ്ങൾക്കും ഇതുപോലെ ആകാനുള്ള ഒരു പ്രചോദനമായി എന്ന് പറയുന്നവരുണ്ട്. ഞാൻ ചിലവർക്ക് അയ്യോ പഴയ ജ്യോതിയെ കാണാൻ ഇഷ്ടം എന്ന് പറയുന്നവരുണ്ട്. സോ ഓരോരുത്തരും ഓരോ പോലെയാണ് റിയാക്ട് ചെയ്യാറ്. ഇനിയൊരു മുമ്പോട്ടുള്ള ഒരു യാത്രയിൽ ഈ പറഞ്ഞ പോലെ എങ്ങനെയായിരിക്കും ചേച്ചിനെ കാണുന്നുണ്ടാവുക ഒരു ഫിലിമിൽ? അറിയില്ല, ഈ ഡിപ്പെൻസ് ഓൺ ഓരോ ഇനി എന്താണ് എനിക്ക് വരുന്ന ഓഫേഴ്സ് എന്ന് എനിക്കറിയില്ല. ഡിപ്പെൻസ് ഓൺ ദാറ്റ്. ചേച്ചി മുമ്പ് ഭയങ്കരമായിട്ട് ഫിറ്റ്നസ്സും മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് നോക്കിയിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ലേ? അതെ അതെ അതെ, നോക്കിയിരുന്ന ഒരാളായിരുന്നു. ഇപ്പം അതെ നോക്കിയിരുന്നു, പാസ്റ്റാണ്. ഇപ്പം ഒന്നുമില്ല. ഇപ്പം ഒന്നാമത് എൻ്റെ മകനാണ് എന്നെ എന്തെങ്കിലും ഫിറ്റാക്കി വെക്കുന്നുണ്ടെങ്കിൽ പിന്നാലെ ഓടി. അതെ അതെ അതെ. അപ്പം എന്തുതന്നെയായാലും ശരി, നമുക്കിനി ഇവിടെ മലയാള സിനിമയിൽ ഇനിയും കാണണം. എനിക്ക് തോന്നുന്നു ഒരുപാട് നല്ല വേഷങ്ങൾ ഇനിയും വരാനുണ്ട്. സെക്കൻഡ് ഫേസ് ഒരു എന്താ പറയുക പുതിയ തുടക്കം തന്നെ. ഇത്ര ഹിറ്റ് ചിത്രത്തിലൂടെ ആയി, ഇത്ര ആൾക്കാർ സ്വീകരിച്ച വേഷം തന്നെയായി. അപ്പം മിക്ക സെക്കൻഡ് ഇന്നിങ്സും ഏറ്റവും ഗംഭീരമാവാറുണ്ട്. അത് തന്നെ ആവട്ടെ. താങ്ക് യു ശ്രീലക്ഷ്മി. താങ്ക് യു. എല്ലാ ആശംസകളും.